Welcome students, I am Reshma representing Department of Computer Application, Don Bosco College, Kottayam. In the last session, we had discussed about operations research, the branch of mathematics from which our paper Quantitative Techniques for Management are taken. So, we can say that operations research provide quantitative measurements for decision making. ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഫേമിൽ അല്ലെങ്കിൽ ഒരു ഫാക്ടറിയിൽ ഉള്ള ഒരു പ്രോബ്ലത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് വേണം, ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഡിസിഷൻ നമുക്ക് എടുക്കണം. ആ ഡിസിഷൻ, അതിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്സിൻ്റെ ബ്രാഞ്ചാണ് എന്തെന്ന് പറയുന്നത് ഓപ്പറേഷൻസ് റിസർച്ച് എന്ന് നമ്മൾ പറഞ്ഞു. സോ in this session, we are trying to get familiarized with a technique that helps in choosing an optimum strategy and optimum resource allocation. അതായത് ഈ സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഒരു ടെക്നിക്കാണ്. നമ്മളുടെ പേപ്പറിൻ്റെ പേരെന്തായിരുന്നു? ഇറ്റ് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ മാനേജ്മെൻറ്റ്. സോ ദിസ് പേപ്പർ ഇൻക്ലൂഡ്സ് എ സീരീസ് ഓഫ് ടെക്നിക്സ് that helps in the management procedure, that is for adopting an optimum strategy. ഒരു പ്രോബ്ലത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒപ്റ്റിമം സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒപ്റ്റിമം സൊല്യൂഷൻ അല്ലെങ്കിൽ ഒപ്റ്റിമം ഡിസിഷൻ എടുക്കാനായിട്ടുള്ള കറസ്പോണ്ടിങ് ആയിട്ട് വേണ്ടി വരുന്ന ടെക്നിക്സിനെ പറ്റിയാണ് ഈ പേപ്പറിൽ നമ്മൾ പഠിക്കുന്നത്. അത് നമ്മൾ ഫസ്റ്റ് സ്ട്രാറ്റജിയാണ് ഈ ഒരു സെഷനിലൂടെ നമ്മൾ ഫെമിലറൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. And the first technique is linear programming problem. As the name suggests, it is linear programming problem. അതായത് linear, the word linear means line എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് linear എന്ന് പറയുന്ന ടേം നമുക്ക് ഉണ്ടായത്. സോ ലൈൻസ് മാത്തമാറ്റിക്കലി ഇപ്പോൾ എന്താണ് ഈ പ്രോബ്ലം, ഈ ഇവിടെ ഓപ്പറേഷൻസ് റിസർച്ച് എന്ന പേപ്പർ എന്തിൻ്റെ ബേസാണ്? മാത്സിൻ്റെ ബേസിൽ നിന്ന് വന്നതാണ്. ദെയർഫോർ നമ്മളുടെ മുൻപിൽ കിട്ടുന്ന ഒരു പ്രോബ്ലത്തെ വാട്ട് വി ആർ ഡൂയിങ് ഈസ് വി ആർ ജസ്റ്റ് സോൾവിങ് ഇറ്റ് ബൈ യൂസിങ് മാത്തമാറ്റിക്കൽ ടെക്നിക്സ് അല്ലെ ന്യൂമറിക്കൽ ടെക്നിക്സ് ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ മുൻപിൽ ഒരു പ്രോബ്ലം ഉണ്ട്. ഈ പ്രോബ്ലത്തിനെ നമ്മൾ ലീനിയർ, അതായത് ലൈൻസിൻ്റെ ഇക്വേഷൻ അനുസരിച്ച്, മാത്തമാറ്റിക്സിൽ ലൈൻസിൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പ്രോബ്ലത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ലൈൻസിൻ്റെ ഇക്വേഷൻ അനുസരിച്ച് ഈ പ്രോബ്ലത്തിനെ പ്രോഗ്രാം ചെയ്ത് മാറ്റുകയും അതിനെന്ത് ചെയ്യുന്നു, സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ തരത്തിലുള്ള പ്രോബ്ലംസിന് എന്തെന്ന് വിളിക്കുന്നത്, ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ് എന്ന് വിളിക്കുന്നത്. That is those problems that get programmed into the equation of lines. ലൈൻസിൻ്റെ ഇക്വേഷൻ ലൈൻ അനുസരിച്ച് എന്ത് ചെയ്യുന്നു, ഈ കിട്ടുന്ന പ്രോബ്ലത്തിന് നമ്മൾ പ്രോഗ്രാം ചെയ്യുകയും ആൻഡ് ഹെൻസ് അതായത് ലൈൻസിൻ്റെ പ്രോഗ്രാം ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നത് ലൈൻസിൻ്റെ ഇക്വേഷനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഹോൾ സെറ്റ് ഓഫ് പ്രോബ്ലത്തിന് നമ്മൾ ലൈനിൻ്റെ ഇക്വേഷനായിട്ടൊരു മാത്തമാറ്റിക്കൽ ഫോമാറ്റിലേക്ക് ആദ്യം കൺവേർട്ട് ചെയ്യും. ആ കൺവേർഷന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ലൈൻസിൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ച് കിട്ടിയ ലൈൻസിൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഈ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആ ഫോർമാറ്റിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലങ്ങളാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ് നമ്മൾ വിളിക്കുന്നത്. സോ നമ്മൾ ഓപ്പറേഷൻസ് റിസർച്ച് എന്താണെന്ന് പറഞ്ഞു. ഓപ്പറേഷൻസ് റിസർച്ചിനകത്തുള്ള ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, മാനേജ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആണ് നമുക്ക് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു. അതിന് ഫസ്റ്റ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കാണ് ഏതെന്ന് നമ്മൾ പറഞ്ഞു, ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്ന് നമ്മൾ പറഞ്ഞു. സോ ഇൻ ദിസ് സെക്ഷൻ ഈ ഒരു ടോപ്പിക്കിൻ്റെ കീഴിൽ വാട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ആർ 3 different topics. First one is ingredients of a linear programming problem. ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ്. The second section is formulation of a linear programming problem. ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം നമ്മുടെ മുമ്പിൽ കിട്ടി അതെങ്ങനെ മാത്തമാറ്റിക്കലായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫോർമുലേറ്റ് ചെയ്യും. ദ മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ ഓഫ് എ ലീനിയർ പ്രോഗ്രാമിംഗ്, മാത്തമാറ്റിക്കൽ ഫോർമുലാസ് ആയിട്ട് എങ്ങനെ നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യും, അതാണ് മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ ഓഫ് എ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. ആൻഡ് ദ തേർഡ് സെക്ഷൻ ഈസ് സൊല്യൂഷൻ ഓഫ് എ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. സോ ഈ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൻ്റെ കീഴിൽ നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിൽ ഫസ്റ്റ് സബ് ടോപ്പിക്കാണ് ദ ഇൻഗ്രീഡിയൻസ് ഓഫ് എ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം.
സോ ആ ഒരു സെക്ഷനിലേക്ക് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്നുള്ളത് നോക്കാം. ഡെഫിനേഷൻ ഞാൻ പറഞ്ഞു എന്താണ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം അഥവാ LPP എന്നുള്ളത്. അറ്റ് ദ സെയിം ടൈം നമുക്ക് അതിനെപ്പറ്റി ആ പേര് പോണക്ക് അല്ലെങ്കിൽ പേര് സൂചിപ്പിക്കുന്ന മാത്രമേ ആ പേരിനനുസരിച്ചുള്ള ഡെഫിനേഷൻ ഞാൻ പറഞ്ഞുള്ളൂ. എന്താണെന്നുള്ളത് നമുക്ക് എക്സാമ്പിൾ എടുത്ത് നോക്കുന്നതായിരിക്കും കുറച്ചുകൂടെ കൺവീനിയൻ്റ് എന്ന് എനിക്ക് തോന്നുന്നു. സോ ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൻ്റെ എക്സാമ്പിളാണ് ഞാൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. സത്യത്തിൽ ഈ എക്സാമ്പിൾ ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മളുടെ ഡെയിലി ലൈഫ് സിറ്റുവേഷൻ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ സർക്കംസ്റ്റാൻസ് ആണ് നമ്മുടെ മുമ്പിലേക്ക് അവർ ഇട്ട് തരുന്നത്. ഈ പ്രോബ്ലം വഴി നമ്മുടെ മുമ്പിലേക്ക് വി ആർ ആക്ച്വലി ഗെറ്റിംഗ് ഫെമിലറൈസിങ് വിത്ത് എ സർക്കംസ്റ്റാൻസ് ദാറ്റ് വി ആർ ഡീലിംഗ് ഇൻ അവർ ഡെയിലി ലൈഫ്. സോ ഒന്ന് നോക്കാം. എ ഫേം മാനുഫാക്ചേഴ്സ് 2 type of products, A and B. നമ്മളൊരു കമ്പനി അല്ലെങ്കിൽ ഫേം നമ്മൾ നടത്തുകയാണ്. ആ ഫേമിൽ നമ്മൾ 2 ടൈപ്പ് പ്രോഡക്ട്സിനെ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. A and B ഏതോ 2 പ്രോഡക്ട്സ്, എയും ബിയും. പേര് ഞാൻ കൊടുത്തേക്കുന്നത് എയും ബി എന്നുമാണ്. ആൻഡ് സെൽസ് ദം അറ്റ് എ പ്രോഫിറ്റ് ഓഫ് ₹2 on A and ₹3 on B. ആ 2 പ്രോഡക്ട്സ് ഞാൻ വിൽക്കുന്നത് എ എന്ന് പറയുന്ന പ്രൊഡക്റ്റിൽ ₹2 പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലും ബി എന്ന് പറയുന്ന പ്രോഡക്റ്റിൽ ₹3 പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലുമാണ്. ഈച്ച് പ്രോഡക്റ്റ് ഈസ് പ്രോസസ്ഡ് ഓൺ 2 machines, G and H. ഈ 2 പ്രോഡക്റ്റും 2 മെഷീനിൽ ജിയും എച്ച് എന്നും പറയുന്ന 2 ഡിഫറെൻറ്റ് മെഷീനിൽ പ്രോസസ്സ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ടൈപ്പ് എ റിക്വയേഴ്സ് 1 minute ഓഫ് പ്രോസസ്സിംഗ് ടൈം ഓൺ G ആൻഡ് 2 minutes ഓൺ എച്ച്. അപ്പോൾ എ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം എന്ന് പറയുന്നത് 1 minute ജി എന്ന് പറയുന്ന മെഷീനിൽ അതിൻ്റെ പ്രോസസ്സിംഗ് ടൈം വേണം. കൂടാതെ എച്ച് എന്ന് പറയുന്ന മെഷീനിൽ ഇറ്റ് ഷുഡ് ബി പ്രോസസ്ഡ് ഫോർ 2 minutes. What about B? B requires 1 minute on G and 1 minute on H. B എന്ന് പറയുന്ന പ്രൊഡക്റ്റിനെ സംബന്ധിച്ച് ജി എന്ന് പറയുന്ന മെഷീനിൽ അതിൻ്റെ പ്രോസസ്സിംഗ് ടൈം 1 minute, എച്ച് എന്ന് പറയുന്ന മെഷീനിൽ അതിൻ്റെ പ്രോസസ്സിംഗ് ടൈം 1 minute. അപ്പോൾ ടോട്ടൽ 2 minutes പ്രോസസ്സിങ്ങിന് ശേഷമാണ് എന്തായിട്ട് ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റായിട്ട് നമുക്ക് ബി നമുക്ക് കിട്ടുന്നത്. The machine G is available for not more than 6 hours 40 minutes. While machine H is available for 10 hours during any working day. ഒരു വർക്കിംഗ് ഡേയിൽ സാധാരണ മാക്സിമം കപ്പാസിറ്റി ഈ 2 മെഷീൻസിൻ്റെ മാക്സിമം കപ്പാസിറ്റി ടൈമാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർ മെഷീൻ ജി ഇറ്റ് ഈസ് 6 hours and 40 minutes ആൻഡ് ഫോർ മെഷീൻ എച്ച് ഇറ്റ് ഈസ് 10 hours. മാക്സിമം അവൈലബിൾ ടൈമാണ്, മാക്സിമം കപ്പാസിറ്റി ഓഫ് ദ മെഷീനാണ് എത്ര ഈ തന്നിരിക്കുന്ന അവേഴ്സ്. സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ മുമ്പിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് സത്യത്തിൽ എന്താണ് ഒരു കണ്ടീഷൻ, ഒരു സർക്കംസ്റ്റാൻസ് നമ്മുടെ മുമ്പിലേക്ക് നമ്മളൊരു ഫേം നടത്തുന്നു. ജസ്റ്റ് നമ്മൾ ഇമാജിൻ ചെയ്യുക, നിങ്ങളൊരു ഫേം നടത്തുക, ഒരു മാനേജ്മെൻറ്റ് ഫേം നടത്തുന്നു. ആ ഫേം അല്ലെങ്കിൽ ഫാക്ടറിയിൽ 2 ടൈപ്പ് പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, എയും ബിയും. ആ പ്രോഡക്ട്സ് ഓരോ പ്രൊഡക്റ്റും ₹2 ₹3 പ്രോഫിറ്റ് വെച്ചാണ് നിങ്ങൾ അതിൻ്റെ ഓരോ പീസുകൾ നിങ്ങൾ എന്ത് ചെയ്യുന്നത് സെല് ചെയ്യുന്നത്. ആൻഡ് ആ ഓരോ പ്രൊഡക്റ്റും ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ അത് 2 മെഷീനിൽ വഴി എന്ത് ചെയ്യണം പ്രോസസ്സ് ചെയ്യണം. ആ 2 മെഷീനിലും അത് ഉപയോഗിക്കുന്ന പ്രോസസ്സിംഗ് ടൈം, ഓരോ പ്രൊഡക്ട്സും ഉപയോഗിക്കുന്ന പ്രോസസ്സിംഗ് ടൈം നമുക്ക് തന്നിട്ടുണ്ട്. ആ ഓരോ മെഷീൻ്റെയും മാക്സിമം അവൈലബിൾ ടൈം കപ്പാസിറ്റിയും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുമ്പിലേക്ക് അവർ തരുന്ന പ്രോബ്ലം ഇതാണ്. ദ ലാസ്റ്റ് സെൻറ്റൻസ്, വാട്ട് വിൽ ബി ദ നമ്പർ ഓഫ് എ ആൻഡ് ബി പ്രൊഡ്യൂസ്ഡ് സോ ദാറ്റ് ദ ടോട്ടൽ പ്രോഫിറ്റ് ഷുഡ് ബി മാക്സിമം. അങ്ങനെയെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് ആ മെഷീനെ പറ്റിയും ആ പ്രൊഡക്ട്സിനെ പറ്റിയും നമുക്കറിയാമെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇതാണ്, വാട്ട് വിൽ ബി ദ നമ്പർ ഓഫ് എ ആൻഡ് ബി എയും ബിയും ആ 2 പ്രൊഡക്റ്റുകൾ എത്ര എണ്ണം വീതം നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും സോ ദാറ്റ് ദ ടോട്ടൽ പ്രോഫിറ്റ് ഷുഡ് ബി മാക്സിമം. ആ 2 പ്രോഡക്റ്റും സെല് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ് മാക്സിമം ആകുന്ന രീതിയിൽ നമുക്ക് എത്ര പ്രോഡക്ട്സിനെ എന്ത് ചെയ്യാൻ പറ്റും സെല് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമ്മുടെ സെല്ലിംഗ് പ്രൈസ് എന്തിനേക്കാൾ കൂടുന്ന രീതിയിൽ കോസ്റ്റ് പ്രൈസിനേക്കാൾ പ്രോഫിറ്റ് ഉണ്ടാവുന്നത്. ആ സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസിനേക്കാൾ കൂടുന്ന രീതിയിൽ മാക്സിമം പ്രോഫിറ്റ് വരുന്ന രീതിയിൽ നമുക്ക് എത്ര പ്രോഡക്ട്സ് എയും ബിയും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ആഫ്റ്റർ obeying all these conditions.
അപ്പോൾ ഇതാണ് എന്ത് ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. പേര് കണക്ക് വലിയ എന്താ പറയുന്നത് ഭയങ്കര വലിയ പ്രോബ്ലം ഒന്നുമില്ല. നമ്മളുടെ മുമ്പിലേക്ക് നമ്മൾക്ക് ഫെമിലിയർ ആയിട്ട് നമ്മൾ ഫെമിലറൈസ് ചെയ്യാനായിട്ട് സാധ്യതയുള്ള ഒരു പ്രോബ്ലം നമ്മളുടെ മുമ്പിലേക്ക് വെച്ച് തരികയാണ്. ഇപ്പോൾ നിങ്ങൾ ഫേം തുടങ്ങുന്നു, ആ ഫേമിൽ ഇങ്ങനെ ഇങ്ങനെ കണ്ടീഷൻസ് ഉണ്ട്, അങ്ങനെയെങ്കിൽ ഇത്ര പ്രോഫിറ്റ് വരുന്ന രീതിയിൽ മാക്സിമം വരുന്ന രീതിയിൽ നിങ്ങൾക്ക് എത്ര ഐറ്റംസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. നമ്മളൊരു മാനേജ്മെന്റ് ഫേം നടത്തുന്ന ഒരാൾക്ക് അഭിമുഖീകരിക്കേണ്ടിരുന്ന ഒരു പ്രശ്നമാണിത് അല്ലേ. അങ്ങനെ ഒരു പ്രോബ്ലമാണ് ശരിക്കും എന്തെന്ന് ഇത്രയേ ഉള്ളൂ. ഇതാണ് ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സെക്ഷന് നമ്മൾ ശരിക്കും ചെയ്യാൻ പോകുന്നത് ഇങ്ങനൊരു പ്രോബ്ലം, ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം നമ്മളുടെ മുമ്പിൽ കിട്ടിയാൽ ഈ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം മാത്തമാറ്റിക്കലായിട്ട് ഫോർമുലേറ്റ് ഉണ്ട്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താ, ദ നമ്പർ ഓഫ് എ ആൻഡ് ബി പ്രൊഡ്യൂസ്ഡ്, എത്ര എണ്ണം, ആ എണ്ണം എന്ന് പറയുന്നത് ഒരു ന്യൂമറിക്കൽ വാല്യൂ ആണ്. സോ ഒരു മാത്തമാറ്റിക്കൽ വാല്യൂ ആണ് നമുക്ക് എന്ത് വേണ്ടത്, നമുക്ക് ആൻസർ ആയിട്ട് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം ഈ തന്നിട്ടുള്ള തന്നേക്കുന്ന ഒരു വേർഡ് പ്രോബ്ലമാണ് വന്നിരിക്കുന്നത്. ഈ വേർഡ് പ്രോബ്ലത്തിന് ആദ്യം എങ്ങനെ ഫോർമുലേറ്റ് ചെയ്യണം, ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലാസ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം. ദാറ്റ് ഇസ് മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ എന്തിന് കൊടുക്കണം, ഈ തന്നിരിക്കുന്ന വേർഡ് പ്രോബ്ലത്തിന് കൊടുക്കണം. ആ മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രോബ്ലത്തിന് നമുക്ക് മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, സോൾവ് ചെയ്യുന്നു. ആ ഉപയോഗിക്കുന്ന മെത്തേഡിന്റെ പേരാണ് എന്ത്, ലീനിയർ പ്രോഗ്രാമിംഗ്. ഉപയോഗിക്കുന്ന മെത്തേഡ് ലൈൻസ് ഒക്കെ ഉപയോഗിച്ചുള്ള മെത്തേഡ് ആയതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്തെന്ന് വിളിക്കുന്നത്, ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ നമ്മൾ പറഞ്ഞു ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പ്രോബ്ലത്തെ എന്താക്കി മാറ്റുന്നു, ആദ്യം മാത്തമാറ്റിക്കൽ ഫോർമുലാസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആ കൺവേർഷന് ശേഷം എന്ത് ചെയ്യുന്നു, ആ ഫോർമുലകളെ തമ്മിൽ സോൾവ് ചെയ്ത് എയുടെയും ബിയുടെയും പ്രൊഡ്യൂസ് ചെയ്യുന്ന എണ്ണ, രണ്ട് പ്രൊഡക്ട്സും പ്രൊഡ്യൂസ് ചെയ്യുന്ന എണ്ണം നമ്മൾ കണ്ടുപിടിക്കുന്നു. സോ ദാറ്റ് ദ ടോട്ടൽ പ്രോഫിറ്റ് ഷുഡ് ബി മാക്സിമം. അപ്പോൾ ആദ്യം നമ്മൾ മാത്തമാറ്റിക്കലായിട്ട് എന്ത് ചെയ്യണം, ഈ പ്രോബ്ലത്തിന് നമ്മൾ സോൾവ് ചെയ്യാൻ പോയി വേർഡ് പ്രോബ്ലത്തിന് മാത്തമാറ്റിക്കലായിട്ട് ഫോർമുലേറ്റ് ചെയ്യാൻ മതി. മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ മീൻസ് മാത്തമാറ്റിക്കൽ ഫോർമുലകളായിട്ട് എന്ത് ചെയ്യുന്നു, ഇതിനെ കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത്, അങ്ങനെ ഫോർമുലകളായിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അതൊരു പ്രത്യേക ഫോർമാറ്റിലാണ് ആ കൺവേർഷൻ നടക്കുന്നത്. അങ്ങനെ ആ ഫോർമാറ്റ് എങ്ങനെയാണ്, that represents the ingredients of linear programming problem. ഒരു linear programming പ്രോബ്ലത്തിനെ mathematical formulation നൽകുമ്പോൾ what are the ingredients should be there while formulating a mathematical version of an LPP. So what are the essential ingredients of an LPP? ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിനെ നമ്മൾ ആ തന്നിരിക്കുന്ന വേർഡ് പ്രോബ്ലത്തിനെ ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ കൊടുക്കുമ്പോൾ ആ ഫോർമുലേഷനകത്ത് അല്ലെങ്കിൽ ആ ഫോർമുല എഴുതുമ്പോൾ അതിൻ്റെ ഫോർമാറ്റ് എപ്രകാരമായിരിക്കണം. What are the ingredients that should be included in the mathematical formulation of an LPP? There are four main ingredients are there. The first one is objective function. Second is linear constraints. Third one is feasible solutions. And fourth one is optimal solution. The first one is objective function. As the name suggests, the function that represents the objective of the problem. That is what objective function means. എന്താ പറഞ്ഞത്, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന പേരല്ലേ. ഇപ്പം ഈ മാത്സിൽ അല്ലെങ്കിൽ ഈ സെഷനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന പല ടേംസിൻ്റെ അർത്ഥം ശരിക്കും നമുക്ക് എവിടെ നിന്ന് തന്നെ കിട്ടും, അതിൻ്റെ ഡെഫിനേഷൻസിൽ നമുക്ക് ആ ഒരു പേരിൽ നിന്ന് നമുക്ക് കിട്ടും അല്ലേ. ആ പേര് എന്താണ് സൂചിപ്പിക്കുന്നത് അതിനെ ഒന്ന് നമ്മൾ അനലൈസ് ചെയ്താൽ മതി. ഈ പേരെന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, ഇതൊരു ഫംഗ്ഷനാണ് അല്ലേ. ഒന്നിൽ കൂടുതലോ വേരിയബിൾസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് എന്തെന്ന് പറയുന്നത് ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ഫംഗ്ഷൻ എന്ന് പറയുന്ന വേർഡിന് അത്രയേറെ പ്രാധാന്യമുള്ളൂ. വാട്ട് അബൌട്ട് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ അല്ലേ. ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താ, നമ്മുടെ എയിം അല്ലെ, ലക്ഷ്യം അല്ലേ. നമ്മൾ തൊട്ട് മുമ്പ് ഒരു പ്രോബ്ലം നമ്മൾ വായിച്ചായിരുന്നു. അവിടെ നമ്മളുടെ എയിം എന്തായിരുന്നു, ആ എ എന്നും ബി എന്നും പറയുന്ന രണ്ട് പ്രോഡക്ട്സ് എത്ര എണ്ണം നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം, സോ ആസ് ടു മാക്സിമൈസ് ദ പ്രോഫിറ്റിനെ മാക്സിമം ആക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒബ്ജക്റ്റീവ്. ആ ഒബ്ജക്റ്റീവ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള നമ്പർ ഓഫ് പ്രോഡക്ട്സ് എ ആൻഡ് നമ്പർ ഓഫ് പ്രോഡക്ട്സ് ബി ആയിരുന്നു നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. സോ നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു,
പ്രോഫിറ്റിനെ മാക്സിമൈസ് ചെയ്യുക. അപ്പോൾ ഏതൊരു ഫേം ആണെങ്കിലും നമ്മുടെ ബിസിനസ് തുടങ്ങുന്നതിന് എന്തിനാ? പ്രോഫിറ്റ് ഉണ്ടാക്കാൻ അല്ലേ? അപ്പോൾ മാനേജ്മെൻറ്റ് ഫേമിനകത്ത് മെയിൻ ആയിട്ടുള്ള നമ്മുടെ എയിം എന്തായിരിക്കും? എപ്പോഴും പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യുക? മാക്സിമൈസ് ചെയ്യുക, അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ ലോസിനെ നമ്മൾ എന്ത് ചെയ്യുക? മിനിമൈസ് ചെയ്യുക. അപ്പോൾ എപ്പോഴും നമ്മുടെ മുമ്പിലുള്ള ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ എയിം എന്ന് പറയുന്നത് മാക്സിമൈസിങ് ദ പ്രോഫിറ്റ് ഓർ മിനിമൈസിങ് ദ കോസ്റ്റ് ഓർ മിനിമൈസിങ് ദ ലോസ് ആയിരിക്കും. സോ ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ റെപ്രസെൻ്റ് ചെയ്യുന്ന ഇത് തന്നെയാണ്. It represents a function as our objective suggests. നമ്മൾ എന്താണ് ഒബ്ജക്റ്റീവ് എന്താണോ നമുക്ക് സജസ്റ്റ് ചെയ്യുന്നത് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നൊരു ഫംഗ്ഷൻ. ആ തൊട്ട് മുമ്പുള്ള പ്രോബ്ലത്തിനകത്ത് പ്രോഫിറ്റിനെ മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒബ്ജക്റ്റീവ്. സോ നമ്മളുടെ അവിടുത്തെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എങ്ങനെ വരണം? മാക്സിമൈസ് ദ പ്രോഫിറ്റ് എന്ന രീതിയിൽ വേണം ആ ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് വേണ്ടത്. ജനറലി ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ ഫോം ഇപ്രകാരമാണ്: ഇസഡ് ഇസ് ഈക്വൽ ടു, അതായത് ഇസഡ് എന്ന് പറയുന്നത് ഒരു വേരിയബിൾ. ആ ഇസഡ് ഒന്നെങ്കിൽ ക്വസ്റ്റ്യൻ അനുസരിച്ച് മാറാം. മെയിനായിട്ടും ഇസഡ് വരുന്നത് പ്രോഫിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ കോസ്റ്റ് അഥവാ ലോസിനെ റെപ്രസെൻറ്റ് ചെയ്തായിരിക്കും നമ്മൾ സാധാരണ എന്തിനാണ് എഴുതുന്നത്? ഇസഡ് എന്ന് പറയുന്ന വേരിയബിളിനെ നമ്മൾ എഴുതുന്നത്. സോ ഇസഡ് ഇസ് ഈക്വൽ ടു C1x1 പ്ലസ് C2x2 പ്ലസ് എക്സെട്ര അപ് ടു CnXn. ഈ ഒരു ഫോം, അതൊരു ഫംഗ്ഷൻ്റെ ഫോമിൽ ഈ ഒരു വേരിയബിൾ ഇസഡ് ഇസ് ഈക്വൽ ടു C1x1 പ്ലസ് C2x2 പ്ലസ് എക്സെട്ര CnXn എന്ന് പറയുന്ന ഒരു ഫോമിൽ ഇങ്ങനെ വരുന്നൊരു ഫംഗ്ഷനാണ് എന്ത്? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഇവിടെ ഇസഡ് എന്ന് പറയുന്ന ഈ വേരിയബിൾ നമ്മളുടെ ഒബ്ജക്റ്റീവ് എന്താണ്? നമ്മുടെ പ്രോഫിറ്റിനെ മാക്സിമൈസ് ചെയ്യുക എന്നാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. ഇസഡ് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യും? പ്രോഫിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യും. ലോസ് അഥവാ കോസ്റ്റിനെ മിനിമൈസ് ചെയ്യുക എന്നാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് എങ്കിൽ ഇസഡ് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യും? ഇസഡ് ലോസ് അഥവാ കോസ്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യും. ആൻഡ് വാട്ട് അബൌട്ട് ദ നെക്സ്റ്റ് ടേംസ്? C1, C2, C3 ആ ടേംസ് ശരിക്കും അല്ലെങ്കിൽ ആ വേരിയബിൾസ് ശരിക്കും എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആ ആൽഫബറ്റ് ശരിക്കും എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? CI. അതാണ് CI എന്ന് പറഞ്ഞേക്കും. ജനറലായിട്ട് 1, 2, 3 എക്സെട്ര എന്ത് കൊടുത്തു? I എന്ന് കൊടുത്തതേ ഉള്ളൂ. CI എന്ന് പറയുന്ന ആ ടേം എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു? കോൺസ്റ്റൻസിനെ, അതായത് നമ്പേഴ്സ്, ന്യൂമറിക്കൽ വാല്യൂസിനെ റെപ്രസെൻറ്റ് ചെയ്യും. ആൻഡ് XI, X1, X2, എക്സെട്ര Xn വരുന്നുണ്ട്. അത് ജനറലായിട്ട് എങ്ങനെ എടുത്തു? XI എന്നെടുത്തു. XI റെപ്രസെൻറ്റ് വേരിയബിൾസ്. തൊട്ട് മുമ്പുള്ള പ്രോബ്ലത്തിനകത്ത് ആ പ്രോബ്ലം നമ്മൾ ബേസ് ആയിട്ട് ഓർത്ത് വെക്കുക. ആ പ്രോബ്ലത്തിനകത്ത് നമ്മൾ എന്താണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? എയുടെ നമ്പർ ആൻഡ് നമ്പർ ഓഫ് എ ആൻഡ് നമ്പർ ഓഫ് ബി സോ ആസ് ടു മാക്സിമൈസ് ദ പ്രോഫിറ്റ്. ഇസഡിനെ മാക്സിമം ആക്കുന്ന രീതിയിലുള്ള എകളുടെ എണ്ണവും ബികളുടെ എണ്ണവുമായിരുന്നു നമുക്കവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ കണ്ടുപിടിക്കേണ്ട അൺനോൺ ക്വാണ്ടിറ്റി നമ്മൾ എന്താണ് എടുക്കുന്നത്? വേരിയബിൾസ് ആയിട്ട് എടുക്കുന്നത്. ഇവിടെയും അങ്ങനെ നമ്മൾ ആ പ്രോബ്ലത്തിൽ നമുക്ക് എന്താണോ സോർട്ട് ഔട്ട് ചെയ്തെടുക്കേണ്ടത് അങ്ങനെ വരുന്ന അൺനോൺ ക്വാണ്ടിറ്റീസ് ആണ് എന്തായിട്ട് വരുന്നത്? വേരിയബിൾസ് ആണ് എടുക്കേണ്ടത്. സോ തൊട്ട് മുമ്പുള്ള പ്രോബ്ലത്തിനകത്ത് എന്തായിരിക്കും അവിടുത്തെ അൺനോൺ ക്വാണ്ടിറ്റീസ് വേരിയബിൾസ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത്? ദ നമ്പർ ഓഫ് പ്രോഡക്ട്സ് ഓഫ് എ ആൻഡ് നമ്പർ ഓഫ് പ്രോഡക്ട്സ് ഓഫ് ബി എന്നുള്ളതായിരിക്കും. ആൻഡ് വാട്ട് അബൌട്ട് ഇസഡ്? ഇസഡ് എന്താണ് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രോഫിറ്റ് ആയിട്ട് ചൂസ് ചെയ്യും. Because there our objective function is to our objective is to maximize the profit. And the next ingredient is linear constraints. ലീനിയർ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് ലീനിയർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ അവിടെ എഴുതുന്ന ഫോർമുലാസ് ലീനിയർ അഥവാ ഒരു ലൈനിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഫോർമുലാസ് ആയിരിക്കും. അതുകൊണ്ടാണ് ലീനിയർ എന്ന് പറയുന്ന ടേമോടെ വന്നത്. ആൻഡ് വാട്ട് അബൌട്ട് കൺസ്ട്രെയിൻസ്? കൺസ്ട്രെയിൻസ് മീൻസ് എന്താ? കണ്ടീഷൻസ് അഥവാ റെസ്ട്രിക്ഷൻസ് ആണ്. ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ അറ്റൈൻ ചെയ്യാനായിട്ട് നമുക്ക് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടി അവിടെ ഇമ്പോസ് ചെയ്യുന്ന റെസ്ട്രിക്ഷൻസ് എന്തൊക്കെയാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഫോർമുലാസ് ആണ് ഇവിടെ വരുന്നത് ലീനിയർ കൺസ്ട്രെയിൻസിൻ്റെ കീഴിൽ വരുന്നത്. That is the set of restrictions that get imposed on the variables of the objective function due to the limitation of resources. അവിടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന വേരിയബിൾസിനകത്ത് ഇമ്പോസ് ചെയ്യപ്പെടുന്ന റെസ്ട്രിക്ഷൻസ്, ആ റെസ്ട്രിക്ഷൻസിനെ നമ്മൾ ഫോർമുലാസ് ആയിട്ട് എഴുതിക്കുന്നത്. ആ കണ്ടീഷൻസിനെ നമ്മൾ ഫോർമുലാസ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ സെറ്റിനെ എന്ന് വിളിക്കുന്നത് ലീനിയർ കൺസ്ട്രെയിൻസ് എന്ന് വിളിക്കുന്നത്. അത് മെയിനായിട്ടും ആ റെസ്ട്രിക്ഷൻസ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടായിരിക്കും? ഡ്യൂ ടു ദ ലിമിറ്റേഷൻ ഓഫ് റിസോഴ്സസ് കൊണ്ടായിരിക്കും. അതായത് തൊട്ട് മുമ്പ് നമ്മൾ ആ ഒരു പ്രോബ്ലത്തിൻ്റെ ബേസ്ഡാണ് ഞാൻ ഇൻഗ്രീഡിയൻസ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. സോ ആ പ്രോബ്ലം ഒന്ന് നോക്കുമ്പോൾ അവിടെ നമ്മളോട് എന്താ പറഞ്ഞത്? എ എന്നും ബി എന്നും പറയുന്ന രണ്ട് പ്രോഡക്ട്സ്, ആ പ്രോഡക്ട്സിൻ്റെ നമ്പർ ആയിരുന്നു എന്ത്? അവിടുത്തെ നമ്മുടെ വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോഡക്ട്സ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള കണ്ടീഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ടല്ലേ. ആ പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് 2 മെഷീൻസിൻ്റെ ആവശ്യമുണ്ട്, ജിയും എച്ചും. ഓരോ മെഷീനിലൂടെയും ഇത്ര മിനിറ്റ് എടുത്താണ് ഓരോ പ്രൊഡക്റ്റും പ്രോസസ്സ് ചെയ്യുന്നത്. അങ്ങനെ പ്രോസസ്സിങ് ടൈം
അങ്ങനെ പ്രോസസ്സ് ചെയ്യാനുള്ള ഓരോ മെഷീൻ്റെയും മാക്സിമം കപ്പാസിറ്റി, മാക്സിമം പ്രോസസ്സിങ് ടൈമാണ് നമുക്ക് എന്തായിട്ട് തന്നിരിക്കുന്നത്, ഒരു കണ്ടീഷനായിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. ജി എന്ന് പറയുന്ന മെഷീൻ ഇത്ര അവേഴ്സിൽ കൂടുതൽ എന്ത് ചെയ്യില്ല, വർക്ക് ചെയ്യില്ല. എച്ച് എന്ന് പറയുന്ന മെഷീൻ ഇത്ര അവേഴ്സിൽ കൂടുതൽ നമുക്ക് അവിടെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ ആ ഒരു വേരിയബിൾസ്, ആ ഒബ്ജക്റ്റീവ്സിനകത്തെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനകത്ത് ഉപയോഗിക്കുന്ന വേരിയബിൾസിൻ്റെ മേൽ ഇമ്പോസ് ചെയ്യുന്ന ഒരു റെസ്ട്രിക്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്, ഈ തന്നിരിക്കുന്ന ലീനിയർ കൺസ്ട്രെയിൻസ് കണ്ടീഷൻസ് നമ്മൾ പറയുന്നത്. അത് എന്തുകൊണ്ടാണ്? ആ റിസോഴ്സിൻ്റെ ലിമിറ്റേഷൻ കൊണ്ട്. അവിടെ ആ പ്രോബ്ലത്തിനകത്ത് എച്ച് എന്നും ജി എന്നും പറയുന്ന രണ്ട് മെഷീൻസിൻ്റെ മാക്സിമം കപ്പാസിറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ എച്ച് എന്നും ജി എന്നും പറഞ്ഞ രണ്ട് മെഷീൻസേ ഉള്ളൂ, ഒരു സെറ്റ് ഓഫ് മെഷീൻസേ ഉള്ളൂ. ഒന്നിൽ കൂടുതൽ മെഷീൻസ് ഉണ്ടായാൽ നമുക്ക് എന്ത് ചെയ്യുന്നതിന് കുറച്ചുകൂടെ എന്ത് ചെയ്യുന്നത്, അവൈലബിൾ ടൈം നമുക്ക് കിട്ടിയേനെ. പക്ഷേ ഇവിടെ എന്തില്ല, ആ മെഷീൻസ്, ആ റിസോഴ്സ് ആയിട്ട് നമുക്കുള്ള മെഷീൻസ് എന്താണ്, ലിമിറ്റഡ് ആണ് അല്ലേ, എണ്ണം ലിമിറ്റഡ് ആണ്. സോ ആ ഒരു ലിമിറ്റേഷൻ ഓഫ് റിസോഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ആ വേരിയബിൾസ്, ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ ഉപയോഗിക്കുന്ന വേരിയബിൾസിന് എന്തുണ്ടായി, റെസ്ട്രിക്ഷൻസ് ഉണ്ടായി അല്ലേ. സോ ആ റെസ്ട്രിക്ഷൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന കണ്ടീഷൻസ്, മാത്തമാറ്റിക്കൽ ഫോർമുലാസ് ആണ് എന്തിൻ്റെ അണ്ടറിൽ വരുന്നത്, ലീനിയർ കൺസ്ട്രെയിൻസിൻ്റെ അണ്ടറിൽ വരുന്നത്. നമ്മൾ നേരത്തെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ ഫോം പറഞ്ഞതുപോലെ തന്നെ എന്തിനും ലീനിയർ കൺസ്ട്രെയിൻസിന്, ലീനിയർ കണ്ടീഷൻസ്, ലീനിയർ റെസ്ട്രിക്ഷൻസിനും എന്തുണ്ട്, ഒരു ഫോമാറ്റ് ഉണ്ട്. ആ ഫോമാറ്റ്, അതായത് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം നമ്മൾ ഫോമുലേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഫോമാറ്റിൽ വേണം എന്ത് എഴുതാനായിട്ട്, ആ തന്നിരിക്കുന്ന വേർഡ് പ്രോബ്ലത്തെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് മാത്തമാറ്റിക്കലായിട്ട് എഴുതാനായിട്ട്. ദാറ്റ് ഈസ് ദ ഫോം ഈസ് a1x1 plus a2x2 plus etc. an(xn) greater than or equal to b or less than or equal to b, where ai and b are constants. ഇവിടെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് എകൾ, എന്താണ് എക്സ്, എന്താണ് ബി എന്നൊക്കെ. അപ്പോൾ ജസ്റ്റ് ആ ഫോമാറ്റ് ഒന്ന് നോക്കി വെക്കുക, അത്രേ ഉള്ളൂ. ഇവിടെ a1 a2 etc. an എന്ന് പറയുന്നതിന് നമ്മൾ ai ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ai എന്ന് പറയുന്നത് നമ്പേഴ്സ് അഥവാ കോൺസ്റ്റൻസ് ആണ്. b എന്ന് പറയുന്ന ആ വാല്യൂ എന്തായിരിക്കും, ഒരു നമ്പർ അഥവാ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത് a1 into x1 plus a2 into x2 plus etc. an(xn) either greater than or equal to b എന്ന രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം, ഓർ ലെസ് ദാൻ or equal to b എന്ന രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം, ഡിപ്പെൻഡിങ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദ പ്രോബ്ലം. ആൻഡ് ഓൾസോ one more condition is there may be more than one condition. ഒന്നിൽ കൂടുതൽ എന്തുണ്ടാവാം, കണ്ടീഷൻസ് അവിടെ ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ ആ പ്രോബ്ലത്തിനകത്ത് ജിയുടെ വർക്കിംഗ് ടൈം, അവിടെ എ എന്നും പറയുന്ന ബി എന്നും പറയുന്ന രണ്ട് പ്രോഡക്ട്സും രണ്ട് മെഷീനിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോസസ്സ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ജി എന്ന് പറഞ്ഞ മെഷീൻ്റെ വർക്കിംഗ് ടൈം അവിടെ ഒരു കൺസ്ട്രെയിൻ ആണ്, എച്ച് എന്ന് പറയുന്ന മെഷീൻ്റെ വർക്കിംഗ് ടൈം അവിടെ ഒരു കൺസ്ട്രെയിൻ ആണ്. രണ്ടും ഓരോരോ കണ്ടീഷൻസ്. അപ്പോൾ നമുക്ക് പറയാം ഒരു പ്രോബ്ലത്തിനകത്ത് തന്നെ ഒന്നിൽ കൂടുതൽ എന്തുണ്ടാവാം, ലീനിയർ കൺസ്ട്രെയിൻസ് ഉണ്ടാകാം.